ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമുക്കിതാ പേപ്പർ ഉപയോഗിച്ച് ഒരു കിളി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് പേപ്പർ ഇതേ വീതിയിലുള്ള 2 ഷീറ്റ് പേപ്പറാണ്, 2 എണ്ണമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഈ വീതിയിലായിട്ടുള്ളത് 2 ഷീറ്റ് പേപ്പർ നമുക്കിതേപോലെ 2 പേപ്പർ നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കാം. 2 പേപ്പറാണ് വേണ്ടത് കേട്ടോ, വീതി ഉള്ളത് പേപ്പർ വെച്ച് നമുക്ക് കിളി ഉണ്ടാക്കുമ്പോൾ. ഇതെങ്ങനെ 2 എണ്ണം ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള 2 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അതിനെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഒരെണ്ണം നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് മടക്കി ഇതേപോലെ ചെയ്ത് പിടിക്കാം. ഇങ്ങനെ പിടിക്കുക, കണ്ടോ, ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറ്റി കൊടുക്കാം. അടുത്ത ഷീറ്റ് പേപ്പർ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറ്റി കൊടുക്കാം. അങ്ങനെ കയറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള പിടി നമുക്ക് വിടരുത് കേട്ടോ. അതിന് ശേഷം ഇതിങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ, ഈ പേപ്പറിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഇതിങ്ങനെ മേളിൽ കൂടെ കൊണ്ടുവന്ന്, ഈ പേപ്പറിൻ്റെ മേളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതേപോലെ നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പേപ്പർ എടുത്ത് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി നമുക്കിതിങ്ങനെ വലിച്ചെടുക്കാം. പേപ്പർ ആയതുകൊണ്ട് പതുക്കെ വലിച്ചെടുക്കാം കേട്ടോ. പേപ്പർ ആയതുകൊണ്ട് പതുക്കെ വലിച്ചെടുത്താലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കീറിപ്പോകും. പതുക്കെ ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. സാവകാശം നമുക്ക് വലിച്ചെടുക്കാം. പേപ്പർ ആയതുകൊണ്ട് കീറിപ്പോകും, അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ വലിച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ പേപ്പർ എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് ഇതേപോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഇത് തമ്മിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അതേപോലെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ എടുത്ത് നമുക്കിത് രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടവും അതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ 2 എണ്ണം നമുക്കിതേപോലെ ഒട്ടിയെടുത്തു. അതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡ്, ഈ സൈഡോ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ച് വെട്ടിയെടുക്കാം. ഇതേപോലെ വരച്ചതിന് ശേഷം നമുക്കൊരു തലയും ചുണ്ടും ഒക്കെ വരയ്ക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ നമുക്കൊന്ന് വരച്ച് വെട്ടിയെടുക്കാം. ഇപ്പുറത്തെ സൈഡ് നമുക്ക് വാല് പോലെ കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതേപോലെ ചിറക് വയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇത്രയാക്കി എടുക്കുക. ചിറക് വയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഇതേപോലെ എടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരേപോലത്തെ 2 പീസുകൾ എടുത്ത് നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഓരോന്നും ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതെങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഒരെണ്ണം ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോ സൈഡും നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് പക്ഷീനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. കണ്ണിന് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അടയാളം ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ പേന ഉപയോഗിച്ച് 2 വട്ടം ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ നമുക്ക് കിളികളെ കളർ പേപ്പർ ഉപയോഗിച്ച് കിളികളെ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ചിറക് വിടർന്നിരിക്കാത്ത ടൈപ്പും അല്ലാതെ ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതേപോലെ കിളികളെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ ഭംഗിയുള്ള കിളികളെ നിങ്ങൾ പേപ്പറും കൊണ്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ നൂല് ഉപയോഗിച്ച് കെട്ടിയിടണമെന്നുണ്ടെങ്കിൽ ഇതിലെ നമുക്ക് നൂല് സൂചി ഉപയോഗിച്ച് കോർത്ത് കെട്ടി തൂക്കിയിട്ടാൽ മതി. നല്ല ഭംഗിയോടുകൂടി നമുക്കിതേപോലെ കിട്ടും. നിങ്ങളെല്ലാവരും ഇതേപോലെ പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക. താങ്ക് യു.